സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ ടോപ്പിക്ക് പാർട്ടിക്കിൾ ടെക്നോളജിയാണ്. അത് കെമിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ടോപ്പിക്കാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ അത് നമ്മൾ മെക്കാനിക്കൽ ഓപ്പറേഷൻ എന്ന വിഷയം ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മോൾ ടോപ്പിക്കാണ് KWയുടെ സിലബസിലുള്ളത്. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോൺസ് ക്രഷിംഗ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം 3 ലോസ്, ക്രഷിംഗ് ലോസ് ആണുള്ളത്. ബോൺസ്, റിറ്റിഞ്ചേഴ്സ് ആൻഡ് കിക്സ് ലോ. റിറ്റിഞ്ചേഴ്സ് ആൻഡ് കിക്സ് ലോ എംപിറിക്കൽ റിലേഷൻ ആണ്. സോ ദേ ആർ പ്രൂഫ് ഇല്ലാത്ത ടൈപ്പ് ഇക്വേഷൻസ് ആണ് ആദ്യത്തെ രണ്ടും. മൂന്നാമത്തേത് ബോണ്ട് ക്രഷിംഗ് ലോ, അത് എക്സ്പെരിമെന്റലി പ്രൂവൺ ആണ്. ആൻഡ് ദർ ഇസ് എ ലോജിക്കൽ സെൻസ് ടു ദാറ്റ്. ബോൺസ് ക്രഷിംഗ് ലോ, അതിലെ ആദ്യത്തെ ഓപ്ഷൻ, ഇത് ഓപ്ഷൻ ബൈ ഓപ്ഷൻ റീഡ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം, കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. സോ ഓപ്ഷൻ എ ഇസ് ബോൺസ് ക്രഷിംഗ് ലോ ഇസ് ലെസ് റിയലിസ്റ്റിക് ഇൻ എസ്റ്റിമേറ്റിംഗ് ദി പവർ റിക്വയർമെന്റ് ഓഫ് കമേഴ്ഷ്യൽ ക്രഷേഴ്സ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എൻ്റെ റീസൺ. കിക്സ് ലോ ആൻഡ് റിറ്റിഞ്ചേഴ്സ് ലോ, ദേ ആർ ബോത്ത് എംപിറിക്കൽ റിലേഷൻ. അപ്പോൾ അത് അത്ര അക്യുറേറ്റ് ആവില്ല. ദർ വിൽ ബി എ പെർസെൻറ്റേജ് ഓഫ് എറർ. അപ്പം ഇൻ കമ്പാരിസൺ ബോൺസ് ലോയുടെ വെച്ച് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന പവർ റിക്വയർമെന്റ്സ് ആയിരിക്കും കുറെ കൂടെ അക്യുറേറ്റ്. സോ ഓപ്ഷൻ എ അല്ല, വി ക്യാൻ എലിമിനേറ്റ് ദാറ്റ്. സെക്കൻഡ് വൺ കോൾസ് ഫോർ റിലേറ്റീവ്ലി ലെസ് എനർജി ഫോർ ദി സ്മോളർ പ്രൊഡക്റ്റ് പാർട്ടിക്കിൾസ് ദാൻ റിറ്റിഞ്ചേഴ്സ് ലോ. അപ്പോൾ അത് ബോൺസ് ലോയുടെ ബേസിക് ഇക്വേഷൻ ഒന്ന് എഴുതിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ബേസിക് ഇക്വേഷനിൽ പറയുന്നത് പവർ റിക്വയർമെന്റ് any for Rittinger's law, Bond's law, power requirement നമ്മൾ P divided by m dot എന്നാണ് represent ചെയ്യുന്നത്. That is proportional to 1 by dA. dA is the particle dP, that is the product particle size for a given size of feed. അതാണ് Bond's law പറയുന്നത്. On the other hand, Rittinger's law യിലെ പവർ റിക്വയർമെന്റ് പ്രഡിക്ഷൻ നമ്മൾ പറയുന്നത് P divided by m dot proportional to 1 divided by square root of DAB. അപ്പോൾ ഇവിടെ ഈ DAB എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ആവറേജ് പാർട്ടിക്കിൾ സർഫസ് ഏരിയ ടു വോളിയം ഡയമീറ്റർ ആണ് അവിടുത്തെ DAB. ഇവിടെ നമ്മൾ ഡയറക്ട്ലി പാർട്ടിക്കിൾ ഡയമീറ്ററിന്റെ സ്ക്വയർ റൂട്ട് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇത് സിൻസ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആൻഡ് dP is larger, so P by m dot smaller ആയിരിക്കും. അപ്പം ഇൻ കമ്പാരിസൺ dPയും DAB നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ dP will be larger. Since it is inversely proportional, we can say that P by m dot will be smaller. So the Rittinger's, in comparison to Rittinger's law, Bond's crushing law energy predictions or power predictions will be less. അതാണ്, that will be the right option. ഇനി ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ബോണ്ട് ക്രഷിംഗ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി വർക്ക് റിക്വയർഡ് ടു ഫോം പാർട്ടിക്കിൾസ് ഓഫ് എനി സൈസ് ഫ്രം എ വെരി ലാർജ് ഫീഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി വോളിയം ടു സർഫസ് ഏരിയ റേഷ്യോ ഓഫ് ദി പ്രൊഡക്റ്റ്. അപ്പം ഇത് ഒറ്റ വായിലിൽ കറക്റ്റായിട്ട് തോന്നും, പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓഫ് എനി സൈസ് നമുക്ക് പറ്റില്ല. ഓഫ് എ പെർട്ടിക്കുലർ സൈസ് DP, അത് അതിൻ്റെ ഡെഫിനിഷനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ സൈസ് DP ആകണം എന്നുള്ളതൊരു വളരെ ക്ലിയർ റിക്വയർമെന്റ് ആണ്. എനി സൈസിൽ ഉള്ള പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നതിന് ആപ്ലിക്കബിൾ അല്ല. ഇറ്റ് ഈസ് ഫോർ എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് സൈസ് DP. അതുകൊണ്ടാണ് ഓപ്ഷൻ സി ഈസ് വെരി ക്ലോസ് ടു ദി ഡെഫിനിഷൻ ഓഫ് ബോൺസ് ലോ. അപ്പാർട്ട് ഫ്രം ദിസ് ഒറ്റൊരു വാക്യത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോസിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റായിട്ട് ഓർത്തിരുന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റൂ. Option C, surface states that the work required for crushing is proportional to the new surface created. അതപ്പം that is general, not only related to Bond's law. ഏതൊരു ലോയ്ക്കും നമുക്കത് പറയാം. It is proportional to the surface energy. Work required for crushing is proportional to the surface energy. അതിനെയാണ് നമ്മൾ new surface created എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So in this question, option B will be the right answer. Calls for relatively less energy for the smaller product particles than Rittinger's law. Adana for this question the right answer. Second question, a tube mill compared to a ball mill.
അപ്പം ട്യൂബ് മില്ലിൻ്റെയും ബോൾ മില്ലിൻ്റെയും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. അപ്പം ബോൾ മിൽ വി നോ ഇറ്റ് ഇസ് എ ലോങ് സിലിണ്ടറിക്കൽ, ഒരു സിലിണ്ടറിക്കൽ ആയിട്ട് ഹൊറിസോണ്ടലി അലൈൻഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആണ്, ഒരു ഹോളോ സിലിണ്ടർ, ആൻഡ് വി ആർ ഫില്ലിംഗ് ദാറ്റ് വിത്ത് ബോൾസ് ഓഫ് എ പെർട്ടിക്കുലർ ഡയമീറ്റർ. സോ ഇതിനകത്ത് ഇങ്ങനെ ബോൾസ് വെക്കും ആൻഡ് വി റൊട്ടേറ്റ് ഇറ്റ് അറൌണ്ട് ദി ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബോൾസ് ഇതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും ആൻഡ് വീൽ നമ്മുടെ ഫീഡ് കണ്ടിന്യൂസ് ആയിട്ടോ ബാച്ച് ആയിട്ടോ ഒരു എൻഡിൽ നിന്ന് നമുക്ക് കൊടുക്കാം. So as this is rotating, the balls will reach to the top, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 90% ഹൈറ്റ് വരെ റീച്ച് ചെയ്യും, എന്നിട്ട് അവർ തിരിച്ച് ഫോൾ ചെയ്യും. സോ ദിസ് ഫോളിങ് ആക്ഷൻ വിൽ കോസ് ദി സൈസ് റിഡക്ഷൻ ആസ് വെൽ ആസ് അട്രിഷൻ. പാർട്ടിക്കിൾസ് തമ്മിൽ ഒരയുമ്പം ഉണ്ടാകുന്ന സൈസ് റിഡക്ഷനെയാണ് അട്രിഷൻ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദി റീസൺ ഫോർ സൈസ് റിഡക്ഷൻ ഇൻ എ ബോൾ മിൽ. ഇനി ട്യൂബ് മിൽ എന്താന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ ലോങ്കർ ബോൾ മിൽ. ബോൾ മില്ലിനേക്കാളും ഒരു 2 to 5 times ലോങ്ങർ ആണ് ട്യൂബ് മിൽ. അപ്പം ഇതിന് ഈ സെയിം സാധനം തന്നെ നമ്മൾ കുറച്ചുകൂടെ ലെങ്ത്തിൽ കൺസിഡർ ചെയ്താൽ what we get is a tube mill, and in that tube mill we compartmentalize it. അതിൽ നമ്മൾ പല കമ്പാർട്ട്മെന്റ്സ് പറയും. അപ്പോൾ ആദ്യത്തേൽ ലാർജർ പാർട്ടിക്കിൾസ് ആയിരിക്കും വെക്കുക, രണ്ടാമത്തേൽ കുറച്ചുകൂടെ സ്മോളർ, ആൻഡ് ദി ലാസ്റ്റ് സ്റ്റേജ് വെരി ഫൈൻ ബോൾസ്. അപ്പോൾ ഇങ്ങനെ പല ലെവൽ ഓഫ് ബോൾസിൽ പല ലെവൽ ഓഫ് ക്രഷിങ് നമുക്ക് പറ്റും. ആൻഡ് ദി പ്രൊഡക്ട്സ് ഫ്രം എ ബോൾ മിൽ വിൽ ബി ദി ഔട്ട്പുട്ട് ഓഫ് ദിസ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പിന്നെയും ഫർദർ ക്രഷിങ് ചെയ്യുന്നത് കൊണ്ട് ദി ഔട്ട്പുട്ട് ഫ്രം ദി ട്യൂബ് മിൽ വിൽ ബി മച്ച് ഫൈനർ ദാൻ ദി ഔട്ട്പുട്ട് ഫ്രം എ ബോൾ മിൽ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ട്യൂബ് മില്ലിൻ്റെയും ബോൾ മില്ലിൻ്റെയും ഒരു ബേസിക് കമ്പാരിസൺ. ഇനി ഓപ്ഷൻസിൽ നോക്കിയാൽ ഓപ്ഷൻ എ പ്രൊഡ്യൂസസ് എ കോർസർ പ്രൊഡക്റ്റ്. അപ്പോൾ അത് തെറ്റാണ്. റീസൺ ഞാൻ പറഞ്ഞു. ബോൾ മില്ലിനേക്കാളും ഒരു 2 to 5 times ലെങ്ത് അധികമുള്ളതാണ് ട്യൂബ് മിൽ. സോ ദാറ്റ് മച്ച് എക്സ്ട്രാ action of crushing is there, so the products will be finer, not coarser. അപ്പോൾ products finer ആയിരിക്കും. അപ്പം ഓപ്ഷൻ എ cannot be stated. ഓപ്ഷൻ ബി has higher diameter to length ratio. diameter to length ratio വലുതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഡയമീറ്റർ ടു ലെങ്ത് ഇറ്റ് ഇസ് കോൾഡ് ആസ് ദി D/L റേഷ്യോ. അപ്പം ഞാൻ ഈ ഒരു ഫിഗർ തന്നെ നോക്കിയാൽ വി ആർ നോട്ട് ചേഞ്ചിങ് ദി ഡയമീറ്റർ. ഡയമീറ്റർ ഇസ് റിമൈനിങ് ദി കോൺസ്റ്റന്റ്, ഓൺലി വി ആർ ചേഞ്ചിങ് ദി ലെങ്ത്. എല്ല് നമ്മൾ 2 to 5 ആവും. അപ്പം 2L ആക്കിയാൽ ദി ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ കൂടല്ല, ഇറ്റ് ഈസ് ഡിക്രീസിങ് ബിക്കോസ് ഇറ്റ് ഈസ് D/L ആൻഡ് L ഇസ് ഇൻ ദി ഡിനോമിനേറ്റർ. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് നോട്ട് അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി has higher length to diameter ratio. അപ്പോൾ ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് L/D റേഷ്യോ. അപ്പോൾ അത് ശരിയാണ്, കാരണം L ആണ് അവിടെ വേരി ചെയ്യുന്നൊരു ഫാക്ടർ. ഇപ്പോൾ ട്യൂബ് മിൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ട്വൈസ് ദി ലെങ്ത് ഓഫ് എ ബോൾ മിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ 2L ഡിവൈഡഡ് ബൈ D. അപ്പം ഹയർ L/D റേഷ്യോ. അപ്പോൾ L/D റേഷ്യോ വലുതായിരിക്കും. സോ ഓപ്ഷൻ സി വിൽ ബി ദി റൈറ്റ് ആൻസർ, ഹാസ് എ ഹയർ ലെങ്ത് ഡയമീറ്റർ റേഷ്യോ. Now option D uses much larger balls. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല. ഇറ്റ് ക്യാൻ യൂസ് ദി സെയിം സൈസ് ഓഫ് ബോൾസ് ഓർ ദി ലാർജർ സൈസ് ഓഫ് ബോൾസ്. അപ്പോൾ അത് ഈസ് നോട്ട് ദി റൈറ്റ് ഓപ്ഷൻ. അത് ഒരേ സൈസിലുള്ള ബോൾസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ട്യൂബ് മില്ലിൽ പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പർപ്പസ്. പർപ്പസിനനുസരിച്ച് നമുക്ക് ബോൾസിന്റെ സൈസ് വേരി ചെയ്യാം. ദാറ്റ് ഈസ് നോട്ട് ഓൾവേസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഇതിൽ നമുക്ക് വിത്ത് 100% ഷ്യൂരിറ്റി പറയാൻ പറ്റുന്നത് ഇറ്റ് വിൽ ഹാവ് എ ഹയർ ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ ഓർ സിംപ്ലി L/D റേഷ്യോ. നെക്സ്റ്റ് അതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ ബെനിഫാക്ഷൻ ഓഫ് അയൺ ഓർ ദി മോസ്റ്റ് കോമൺ മെത്തേഡ് ഇസ്. അപ്പം അയൺ ഓർ ബെനിഫാക്ഷൻ, അയൺ ഓർ യൂഷ്വലി നമുക്ക് സോളിഡ് സ്റ്റേറ്റിലാണ് കിട്ടുന്നത്. ഇറ്റ്സ് റോക്സിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് അയൺ ഓർ. അപ്പം അതിൻ്റെ സെപ്പറേഷൻ ഇവിടെ വരാനുള്ള കാര്യം ബിക്കോസ് വി എംപ്ലോയ് മെനി മെക്കാനിക്കൽ ഓപ്പറേഷൻ ടെക്നിക്സ് ടു എക്സ്ട്രാക്ട് അയൺ ഫ്രം അയൺ ഓർ. ബെനിഫാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്. അതിനെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ കളഞ്ഞ് വി ആർ ട്രൈങ് ടു കോൺസെൻട്രേറ്റ് അയൺ ഫ്രം അയൺ ഓർ. സോ ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഫ്ലോക്കുലേഷൻ ഉണ്ട്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ജിഗ്ഗിങ് ആൻഡ് ടേബിൾ ആൻഡ് ഓൾ ഓഫ് ദിസ്. അപ്പം ഫ്ലോക്കുലേഷൻ ലെക്ചർ കണ്ടവർക്കാണെങ്കിൽ അറിയാം. വി വിൽ ഒരു സോളിഡ് വിൽ ബി സസ്പെൻഡഡ് ഇൻ എ ലിക്വിഡ് ആൻഡ് വി ആർ ആഡിങ് എ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ്. അപ്പോൾ ഈ സസ്പെൻഡഡ് സോളിഡ്സ് എല്ലാം ഫ്ലോക്സ് അല്ലെങ്കിൽ കട്ടകളായിട്ട് മാറി ദേ വിൽ ഇൻക്രീസ് ഇൻ ദെയർ ഡെൻസിറ്റി ആൻഡ് സെറ്റിൽ.
that is flocculation. ഇനി froth flotation ആണെങ്കിൽ നമ്മളൊരു frothing agentനെ ആഡ് ചെയ്യും. അങ്ങനെ അത് froth or they become നമ്മുടെ പത പോലത്തെ ഒരു സാധനമായി they will be of lesser density and they will rise to the top of the vessel. അവിടുന്ന് നമ്മൾ അതിനെ സ്ക്രേപ്പ് ചെയ്ത് കളയും. that is froth flotation. അപ്പം അത് രണ്ടും നമുക്ക് അയൺ ഓറിന് പറ്റില്ല, ബിക്കോസ് അയൺ ഓർ ഇസ്, ഞാൻ പറഞ്ഞത്, ഇറ്റ് ഇസ് എ സോളിഡ് ഓർ അല്ലെങ്കിൽ റോക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ റോക്സിൽ ബേസിക്കലി സിലിക്ക, കാർബൺ, അതുപോലെ കോള് ഡെപ്പോസിറ്റ്സ്, അങ്ങനത്തെ പലതും ഉണ്ടാവും. അതിൻ്റെ കൂടെ അയണും ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞവർക്കെല്ലാം ദേ വോണ്ട് ഫ്ലോക്കുലേറ്റ് ഓർ ദേ വോണ്ട് ഫ്രോത്ത്. അപ്പം വി റിക്വയർ സം അതർ ടെക്നിക് ഫോർ ദി സെപ്പറേഷൻ. അപ്പോൾ എയും ബിയും റൈറ്റ് അല്ല. അപ്പോൾ ഓൾ ഓഫ് ദീസ് നാച്ചുറലി ഓപ്ഷൻ അല്ല. സോ ആൻസർ ഇസ് ജിഗ്ഗിങ് ആൻഡ് ടേബിളിംഗ്. ജിഗ്ഗിങ് ആൻഡ് ടേബിളിംഗ് ലെക്ചേഴ്സിൽ വായിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ജിഗ്ഗിങ് സിംപ്ലി ഒരു പൾസേറ്റിംഗ് ആക്ഷൻ കൊണ്ട് ഇതുപോലത്തെ ഒരു വി ആർ ടേക്കിംഗ് എ കമ്പാർട്ട്മെന്റ് ലൈക്ക് ദിസ് ആൻഡ് ഇവിടെ ദർ ഇസ് എ നെറ്റ് ലൈക്ക് സ്ട്രക്ചർ വിത്ത് നെറ്റ് അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ ലൈക്ക് സ്ട്രക്ചർ വിത്ത് പോർസ് ഇൻ ബിറ്റ്വീൻ. ഇതൊക്കെ പോർസ് ആണ്. യു ക്യാൻ മൂവ് in and out, and here we will have a piston arrangement. ഒരു piston ഉണ്ടാവും. there is a piston, and in this vacant space we will fill it with water or any fluid. ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് നമ്മൾ നിറയ്ക്കും. and what we do is we fill the iron ore here. ക്രഷ് ചെയ്ത iron ore-നെ നമ്മൾ ഇവിടെ ഇങ്ങനെ fill ചെയ്യും above the jig, and this screen അല്ലെങ്കിൽ ആ ഒരു മെഷ് അല്ലെങ്കിൽ ആ മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് jig. That's why the name jigging came. What we do is we apply pressure on this side. So when we apply pressure, it transmits through this side and reaches here, and it will rise. Either rise ചെയ്യുമ്പോൾ it will take the ore also with it. അത് ore അതിൻ്റെ കൂടെ തന്നെ റൈസ് ചെയ്യും. സോ നാച്ചുറലി ഹെവിയർ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യും, ലൈറ്റർ പാർട്ടിക്കിൾസ് മേളിലാവുകയും ചെയ്യും. So when it comes back, all the heavier particles will be in the bottom and lighter particles will be separated at the top. So in this way we can separate the heavier and lighter particles. The heavier particles ആയിരിക്കും usually iron ore deposits ഉണ്ടാവുക. So ഒരു repeating pulsating action ആണ്. അപ്പോൾ ഇതിങ്ങനെ മേളിലേക്ക് പോകും, താഴേക്ക് വരും, മേളിലേക്ക് പോകും, താഴേക്ക് വരും. So it's a pulsating action. So that is jigging. ഇനി രണ്ടാമത്തത് tabling. അത് ആ പേരിൽ തന്നെ ഉണ്ട്. We take it in a slotted table. ഈ ടേബിൾസിൽ ഇങ്ങനെ കുറേ സ്ലോട്ട്സ് ഉണ്ടാവും, and we fill the iron ore on top of this. Okay, and we'll simply gyrate, അല്ലെങ്കിൽ അതിനെ നമ്മൾ vibrate ചെയ്യാണ്. The table will vibrate, and upon vibration the lighter particles will fall through this, അല്ലെങ്കിൽ density കുറവുള്ള particles will fall through these small pores and they will settle down, and heavier particles either will fall off, ഒന്നെങ്കിൽ അവർ fall off ചെയ്യും, or we can separate them manually. So that is the tabling operation. So jigging and tabling are the most common methods used for iron ore benefaction. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു നോളജ് ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ഓർത്ത് വെക്കാം. സിമിലർലി അതുപോലത്തെ മറ്റ് ഓറുകൾക്കും നമുക്ക് ഇതുപോലത്തെ ഏതെങ്കിലും മെക്കാനിക്കൽ ഓപ്പറേഷൻ ഉപയോഗിക്കും. മോസ്റ്റ് ഓർസ് ഓഫ് സോളിഡ്സ് ദാറ്റ് വി ഗെറ്റ്, മെറ്റൽസിൻ്റെ ഭൂരിഭാഗം ഓറുകളും they are in solid state and it requires a primary crushing action for further benefaction. അപ്പോൾ ആദ്യം നമ്മൾ അവരെ ഒരു പ്രൈമറി ക്രഷിങ് ചെയ്താൽ മാത്രമേ മറ്റേത് കെമിക്കൽ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യാൻ പറ്റൂ. സോ ഓൾ അതൊരു വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഏരിയ ആണ്. സോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർസിന് അയൺ ഓർ, ഇനി അയൺ ഓറിനെ നമ്മൾ പൗഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ യൂസ് മാഗ്നറ്റിക് സെപ്പറേഷൻ. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഓർ ബെനിഫാക്ഷൻ ആൻഡ് മെക്കാനിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ടെക്നോളജി. സോ ഹിയർ ദി ഓപ്ഷൻ ഇസ് ജിഗ്ഗിങ് ആൻഡ് ടേബിളിംഗ്. ഓൾ ഓഫ് ദീസ് അല്ല. ഫ്ലോക്കുലേഷനും ഫ്രോത്ത് ഫ്ലോട്ടേഷനും ഞാൻ പറഞ്ഞു വാട്ട് ആർ ദേ ആൻഡ് വൈ ദേ വിൽ നോട്ട് ബി അവർ ആൻസർ. Next question, let R be the radius of the ball mill, capital R, small r is the radius of the particle, then the critical speed of a ball mill is given by the expression. So അതിൻ്റെ derivation I believe lectures ഉള്ളതാണ്. So ball mill ഞാൻ പറഞ്ഞു it is a cylindrical structure, horizontal ആണ്, and it is cylindrical in nature. So ഇതിൽ നമ്മൾ ബോൾസ് നിറയ്ക്കും താഴെ, ആൻഡ് ദി സിലിണ്ടർ വിൽ റൊട്ടേറ്റ് അലോങ് ദി ഹൊറിസോണ്ടൽ ആക്സിസ്. റൊട്ടേറ്റ് ചെയ്യുമ്പം ഡ്യൂ ടു ഫ്രിക്ഷൻ നാച്ചുറലി ഈ ബോൾസ്, താഴെയുള്ള ബോൾസ്, ഇറ്റ് വിൽ ക്ലൈംബ് അപ്പ് ടു എ പെർട്ടിക്കുലർ പോയിന്റ്, ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ക്ലൈംബ് ചെയ്യും.
and after that it will fall down. That is the crushing action in a ball mill. അപ്പോൾ ഇനി ഇപ്പോൾ ഈ സിലിണ്ടർ നമ്മൾ വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാണ്, ആംഗുലർ സ്പീഡ് വളരെ കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? ദി ബോൾസ് വിൽ നോട്ട് fall down, they will simply move along the boundaries of the cylinder or the ball mill. അപ്പം that is not what is required. അത് നമുക്ക് ആവശ്യമുള്ളതല്ല. We need the balls to rise to a particular height and then fall down. That is our objective. അപ്പോൾ അതിന് വേണ്ടത് we will basically equate the two forces. ഒന്ന് the outward acting force and other force which is pulling it down. So ഇത് centrifugal force ആണ്, ഇത് gravity force. So ഇതിനെ components ആയിട്ടൊക്കെ divide ചെയ്ത് the derivation is already been done. So after the derivation നമുക്ക് കിട്ടുന്ന ആൻസർ NC or the critical speed, that is equal to 1 divided by 2 pi square root of G divided by capital R minus small r. And that is option C is the right answer. അപ്പോൾ ഇതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് വിൽ ഹാപ്പൻ വെൻ ദി റേഡിയസ് ഓഫ് ദി ബോൾ മിൽ ഇസ് ഇൻക്രീസിങ്, അല്ലെങ്കിൽ ബോൾസിന്റെ റേഡിയസ്, പാർട്ടിക്കിളുടെ റേഡിയസ് കൂടിയാൽ എന്ത് പറ്റും? സോ സ്പീഡിന് എന്ത് സംഭവിക്കാം? സോ ദാറ്റ് ക്യാൻ അഫക്റ്റ്. അല്ലെങ്കിൽ രണ്ട് റേഡിയസും തന്നിട്ട് ക്രിട്ടിക്കൽ സ്പീഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറയാം. സോ ദർ ഇസ് എ വൈഡ് വെറൈറ്റി ഓഫ് പോസിബിലിറ്റി ഫ്രം ദാറ്റ് ഏരിയ. സോ ഇത് ഡെറിവേഷൻ താല്പര്യമുള്ളവർക്ക് ഒന്നുകൂടെ നോക്കാം. Others can just go through this equation. So option C, 1 by 2 pi root of G by R minus R is the right answer. Next question, the force responsible for size reduction in a hammer mill is predominantly. അപ്പം ഇതും ഒരു സെറ്റ് ഓഫ് കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഈ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി സൈസ് റിഡക്ഷൻ ഇൻ എ ജോ ക്രഷർ, അല്ലെങ്കിൽ ബോൾ മിൽ, അല്ലെങ്കിൽ ഈ പോലെ ഹാമർ മിൽ, അല്ലെങ്കിൽ ഫ്ലൂയിഡൈസ്ഡ് എനർജി മിൽ. അപ്പം ഇറ്റ് ഈസ് എ കോമൺ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ അല്ലെങ്കിൽ ഒരു മിക്സറിനകത്ത് എന്താണ് ആക്ഷൻ? അപ്പോൾ ഇത് ചോദിക്കും. അപ്പോൾ ഇതാണ്, ദീസ് ആർ ദി മോസ്റ്റ് 4 kinds of action. വൺ ഇസ് കംപ്രഷൻ, അതർ വൺ ഇസ് കട്ടിങ്, ദെൻ ഇമ്പാക്ട് ആൻഡ് അട്രിഷൻ. ഈ 4 ഫോഴ്സസ് ആണ് ക്രഷിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്നാണ് ഐഡന്റിഫൈഡ് ആസ് പെർ മെക്കാനിക്കൽ ഓപ്പറേഷൻ. കംപ്രഷൻ, കംപ്രസീവ് ഫോഴ്സ്, വെൻ വി അപ്ലൈ huge compressive force with the help of a crusher. For example, ഒരു jaw crusher ആണെങ്കിൽ it compresses the solid feed and crushes it. അപ്പോൾ അവിടെ compression ആണ് action. Impact and attrition. Impact ഞാൻ പറഞ്ഞു, ball mill പോലത്തെ ഒരു entity അല്ലെങ്കിൽ hammer mill ആണെങ്കിലും we hit the particle at a particular velocity or with a force. Ball mill balls കൊണ്ട് നമ്മൾ hit ചെയ്യാണ്. So the action is impact. Attrition, when particles of the same kind rub against each other, അവരുടെ internal friction കാരണം അവർ തമ്മിൽ ഉരഞ്ഞുരഞ്ഞ് they will simply reduce in size. That is attrition. And the last part is cutting action. Simply ഒരു നൈഫ് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് സ്മോൾ പാർട്ടിക്കിൾസ് ആക്കുന്നു. അങ്ങനത്തെ ഒരു ആക്ഷൻ ആണെങ്കിൽ you call it as a cutting action. So hammer mill, we can call it as a fine crusher. ഒരു ഫൈൻ ലെവൽ ഓഫ് പ്രൊഡക്ട്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്രഷറാണ്. ഫൈൻ ക്രഷേഴ്സ് 4 types ഉണ്ട്. coarse crusher, which is giving coarse product, then intermediate crusher, fine crusher and ultra fine crusher. 4 കാറ്റഗറിയിലാണ് ക്രഷേഴ്സ് ഉള്ളത്. അപ്പം ഇതിൽ ഹാമർ മിൽ വിൽ fall under the category of fine crusher. അപ്പം നമുക്ക് ഫൈൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടും. അപ്പം ഫൈൻ എന്ന ടേമിൽ തന്നെ ആൻസർ ഉണ്ട്, വളരെ ചെറുതായിരിക്കണം. സോ കംപ്രഷൻ അല്ല, കട്ടിങ്ങും അല്ല. ദി ആക്ഷൻ വിൽ ബി ഇമ്പാക്ട് ആൻഡ് അട്രിഷൻ. ഹാമർ മില്ല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ we hit the particle with a hammer kind of a projection, so it is impact, and the particles will naturally rub against each other and decrease in size, so that is attrition. So the answer here will be impact and attrition. Next question, which of the following is a fine crusher? അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ 4 categories of crusher ആണുള്ളത്. First one is the coarse crusher, next is intermediate, then fine and ultra fine. So these are the 4 categories of crushers. അപ്പം ഇതിൽ പേര് നോക്കിയാൽ അറിയാം, ഹാമർ മിൽ, എഡ്ജ് റണ്ണർ മിൽ, പിൻ മിൽ ആൻഡ് ട്യൂബ് മിൽ. ഹാമർ മില്ലും കേട്ടിട്ടുണ്ടാവും, ട്യൂബ് മില്ലും കേട്ടിട്ടുണ്ടാവും. എഡ്ജ് റണ്ണർ മിൽ ആസ് വെൽ as പിൻ മിൽ അത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ അത് എന്താണെന്ന് അറിയാം. ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഫിഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്.
So this is an edge runner mill. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊക്കെ അരി ആട്ടുന്ന മെഷീനോട് സാമ്യമുള്ളൊരു മില്ലാണ്. അപ്പം യു ഹാവ് റോളേഴ്സ് അറ്റ് ദി എഡ്ജസിൽ റോളേഴ്സ് ഉണ്ടായതുകൊണ്ടാണ് വി കോൾ ഇറ്റ് എസ് ആൻ എഡ്ജ് റണ്ണർ മിൽ. ആൻഡ് ദിസ് ഇസ് എ പിൻ മിൽ. പിൻ മില്ലിൽ വി ഹാവ് പിൻ ലൈക്ക് പ്രൊജക്ഷൻസ് ഓൺ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിൽ കുറേ പിൻ ലൈക്ക് പ്രൊജക്ഷൻസ് ഉള്ളതാണ് പിൻ മിൽ. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് പിൻസ് ഹിയർ ആസ് വെൽ ആസ് ഓൺ ദി ഓപ്പൺ ഡോർ. ആൻഡ് ഈ സർഫസിലുള്ള പിൻസ് ദേ ക്യാൻ റൊട്ടേറ്റ്. അപ്പോൾ ഈ ഒരു സിലിണ്ടർ, ഈ ഒരു സർക്കുലർ പ്ലേറ്റിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഫിക്സ്ഡ് ആണ്. സോ ദിസ് ഇസ് എ റൊട്ടേറ്റിംഗ് പ്ലേറ്റ് ഹാവിങ് പിൻ ലൈക്ക് പ്രൊജക്ഷൻസ് ആൻഡ് ദിസ് ഇസ് എ ഫിക്സഡ് പിൻ പ്ലേറ്റ് കവർ ഫോർ ദി മിൽ. അപ്പോൾ ഇതിൻ്റെ ദിസ് വിൽ ബി ആൻ അൾട്രാ ഫൈൻ. ഇത് വളരെ ഫൈൻ ആയിട്ട് അല്ലെങ്കിൽ അൾട്രാ ഫൈൻ പ്രൊഡക്ട്സ് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് മില്ലായിട്ട് നമുക്ക് പിൻ മില്ലിനെ ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് എഡ്ജ് റണ്ണർ മിൽ വിൽ ബി ആൻ ഇന്റർമീഡിയറ്റ് മിൽ. അതിൻ്റെ പ്രൊഡക്ട്സ് ഇന്റർമീഡിയറ്റ് സൈസിലുള്ളതായിരിക്കും. അപ്പം എഡ്ജ് റണ്ണർ മില്ലല്ല, എഡ്ജ് റണ്ണർ ഇന്റർമീഡിയറ്റ് ആണ്. പിൻ മിൽ വിൽ ബി അൾട്രാ ഫൈൻ. നെക്സ്റ്റ് ഇസ് ഹാമർ മിൽ ആൻഡ് ട്യൂബ് മിൽ. അപ്പം ട്യൂബ് മിൽ ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു എ ബോൾ മിൽ. ബോൾ മിൽ ഇസ് ആൻ ഇന്റർമീഡിയറ്റ് മിൽ. ഇന്റർമീഡിയറ്റ് ആക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മില്ലാണ് ബോൾ മിൽ. സോ ബോൾ മില്ലിന്റെ ഒരു ലോങ്ങർ വെർഷനാണ് ട്യൂബ് മിൽ. സോ ഇറ്റ് വിൽ ബി ആൻ ഇന്റർമീഡിയറ്റ് ക്രഷർ. സോ ഫൈൻ ക്രഷർ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ളത് ഓപ്ഷൻ എ, ഹാമർ മിൽ വിൽ ബി എ ഫൈൻ ക്രഷർ. അപ്പം എഡ്ജ് റണ്ണർ മിൽ ഇസ് an intermediate crusher, pin mill will be an ultra fine crusher, and tube mill will be a intermediate crusher. The answer is option A, hammer mill. Next question, which of the following is not a coarse crusher? അപ്പം coarse crusher അല്ലാത്തത് ഏതാണെന്നാണ്. അപ്പം so your answer can be either intermediate അല്ലെങ്കിൽ ഫൈൻ, ഏത് ലെവലാണോ കോഴ്സ് അല്ലാതെ വരുന്നത്. സോ ദാറ്റ് എനി വൺ ഓഫ് ദാറ്റ് ക്യാൻ ബി ദി ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ഇസ് എ ബ്ലേക്ക് ജോ ക്രഷർ. ബ്ലേക്ക് ജോ ക്രഷർ ആണ് യൂഷ്വലി നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ കാണുന്ന ജോ ക്രഷർ ആണ് ബ്ലേക്ക് ജോ ക്രഷർ. അപ്പോൾ അത് നമുക്കറിയാം, ഇറ്റ് ഇസ് എ കോഴ്സ് ക്രഷർ. അതല്ലെങ്കിൽ ഒരു പ്രൈമറി ക്രഷർ ആണ്. നമ്മൾ ലാർജ് ചങ്ക്സ് ഓഫ് റോക്ക് ഒക്കെ ആ ജോസിന് ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ ഇറ്റ് വിൽ സിംപ്ലി ക്രഷ് ഇറ്റ്. സെയിം വേ ഡിസ്ക് ക്രഷർ, അത് നമ്മൾ കേട്ടിട്ടില്ല, വി ലുക്ക് ഇൻ ടു ദാറ്റ്. ദെൻ ഡോഡ്ജ് ജോ ക്രഷർ. സോ അതിലും ഡോഡ്ജ് എന്നൊരു പേരിലേ വ്യത്യാസമുള്ളൂ. ജോ ക്രഷർ റിമെയിൻസ് ദി സെയിം. സോ ഇറ്റ് ഈസ് എ കോഴ്സ് ക്രഷർ. അത് ഹെവി ഡ്യൂട്ടി ക്രഷർ ആണ്. നെക്സ്റ്റ് ഗൈറേറ്ററി ക്രഷർ, അതും ഹെവി ഡ്യൂട്ടി കോഴ്സ് ക്രഷർ തന്നെയാണ്. സോ ഇത് നാലും, ഈ മൂന്നെണ്ണവും വി നോ ദേ ആർ കോഴ്സ് ക്രഷർ. സോ വിച്ച് ഓഫ് ദി നോട്ട്, അവർ ആൻസർ വിൽ ബി എ ഡിസ്ക് ക്രഷർ. ഡിസ്ക് ക്രഷർ എന്താണെന്നുള്ളതാണ് ഈ കാണുന്നത്. ഇറ്റ് ഇസ് സിമിലർ ടു എ പിൻ മില്ല് പോലത്തെ ഒരു സ്ട്രക്ചർ ആണ്. യു വിൽ ഹാവ് എ റൊട്ടേറ്റിംഗ് ഡിസ്ക് ഓൺ ദി ഇൻസൈഡ് ഓഫ് എ സിലിണ്ടറിക്കൽ ഹൗസിംഗ് ആൻഡ് എ ഫിക്സ്ഡ് ഡിസ്ക് ഓൺ ദി ഇൻസൈഡ് ഓഫ് ദി കവറിംഗ്. അപ്പോൾ ഇതൊരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ആണ്, ഇതൊരു കവറിംഗ് ആണ്. ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ദാറ്റ് വിൽ പുട്ട് ദി ഫീഡ് ഫൈനായിട്ടുള്ള ഫീഡ് അതിനിടയ്ക്ക് ഇട്ട് കൊടുത്താൽ ഡ്യൂ ടു അട്രിഷൻ അല്ലെങ്കിൽ ഇമ്പാക്ട് ആക്ഷൻ we will get a much finer product. So we can call it as an almost ultra fine അല്ലെങ്കിൽ ഫൈൻ ക്രഷർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ക്രഷറാണ് ഡിസ്ക് ക്രഷർ. സിൻസ് റൊട്ടേറ്റിംഗ് ഡിസ്ക് ഇസ് ഇൻവോൾവ്, അതിൻ്റെ പേര് ഡിസ്ക് ക്രഷർ നമ്മൾ വിളിക്കുന്നേ ഉള്ളൂ. ആൻഡ് ദിസ് ഇസ് എ ഡോഡ്ജ് ജോ ക്രഷർ. അപ്പോൾ ഇതിലൊരു വ്യത്യാസമേ ഉള്ളൂ. ദി പിവറ്റിംഗ് ഓഫ് ദി ക്രഷർ ഇസ് അറ്റ് ദി ബോട്ടം. ഓക്കെ, ആ ക്രഷറിൻ്റെ മൂവിങ് എൻഡിൻ്റെ പിവറ്റ് അതിൻ്റെ ബോട്ടത്തിലാണെന്നേ ഉള്ളൂ. മറ്റേ ബ്ലേക്ക് ജോ ക്രഷറിൽ അത് ടോപ്പ് സൈഡിലാണ് പിവറ്റിംഗ് കൊടുക്കുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് അറ്റ് ദി ബോട്ടം. ഡോഡ്ജ് ജോ ക്രഷർ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല, ബിക്കോസ് ഇറ്റ് ഓൾവേസ് ലീഡ്സ് ടു ചോക്കിംഗ്. എപ്പോഴും ഇത് ചോക്കിംഗ്, സിൻസ് ദി ബോട്ടം പാർട്ട് ഇസ് ദി പിവറ്റിംഗ് എൻഡ്, ഇറ്റ് ഓൾവേസ് വിൽ ചോക്ക് ഈസിലി. സോ വി ഡോണ്ട് യൂസ് ഡോഡ്ജ് ജോ ക്രഷർ മച്ച്. സോ ഇതിൽ നമ്മുടെ ആൻസർ വിൽ ബി എ ഡിസ്ക് ക്രഷർ വിച്ച് ഇസ് എ ഫൈൻ ക്രഷർ. Jaw crusher, Blake and Dodge jaw crushers are coarse crushers, and gyratory crusher is also a coarse crusher. So option B, disc crusher ആണ് നമ്മുടെ ആൻസർ. So this is the picture of a disc crusher. Next question. Whenever the density difference of two liquid phases to be separated is very small, the most suitable separator is. അപ്പോൾ അതൊരു നോളജ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. And answers are not that, options are not that obvious ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ല. അപ്പോൾ ഓപ്ഷൻസ് ഡിസ്ക് ബൗൾ സെൻട്രിഫ്യൂജ്, ഷാർപ്ലെസ് സൂപ്പർ സെൻട്രിഫ്യൂജ്, ഹാച്ച് ബാസ്ക്കറ്റ് സെൻട്രിഫ്യൂജ് ആൻഡ് സ്പാർക്ലിംഗ് ഫിൽറ്റർ.
അപ്പോൾ ഇതിൽ നമ്മൾ സ്പാർക്ലിംഗ് ഫിൽട്ടർ കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. That is an ultra fine filter to produce sparkling liquids. So, sparkling liquids വളരെ ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫിൽറ്ററാണ് സ്പാർക്ലർ ഫിൽറ്റർ. സോ എനിവേ ദാറ്റ്സ് നോട്ട് യൂസ്ഡ് ഫോർ ഡെൻസിറ്റി സെപ്പറേഷൻ. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് യൂഷ്വലി ഡെൻസിറ്റി ബേസ്ഡ് സെപ്പറേഷൻസിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെൻട്രിഫ്യൂജ്. അപ്പോൾ ഈ 3 ഓപ്ഷനിലും സെൻട്രിഫ്യൂജ് വരുന്നുണ്ട്. അപ്പം ഏതാണെന്ന് അറിയാതെ വി കനോട്ട് അപ്രോച്ച് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ടൈപ്സ് ഓഫ് സെൻട്രിഫ്യൂജ്. ഓക്കെ, സോ ദിസ് വൺ ഇറ്റ് ഇസ് കോൾഡ് ആസ് ദി ഹാച്ച് ആൻഡ് ബൗൾ സെൻട്രിഫ്യൂജ്. ഓക്കെ, അപ്പോൾ ഇതാണ് ദി ഹാച്ച് പാർട്ട് ഓഫ് ദി സെൻട്രിഫ്യൂജ്. ഇതിനൊരു കവറിംഗ് ഉണ്ട്. സോ വി ക്യാൻ കോൾ ദാറ്റ് ആസ് ദി ബൗൾ ആൻഡ് വി വിൽ ഫീഡ് ഈസ് പ്രൊവൈഡഡ് ത്രൂ ഹിയർ. അപ്പോൾ ഈ വെയിൻസ് കണ്ടല്ലോ, സോ ഡ്യൂ ടു ദി സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ഇറ്റ് വിൽ ബി സെപ്പറേറ്റഡ് ഔട്ട് ത്രൂ ദി ഹാച്ച് ആൻഡ് യു ക്യാൻ ഗെറ്റ് ദി ഔട്ട്പുട്ട് ഫ്രം ദിസ് സൈഡ്. അപ്പം ദാറ്റ് ഈസ് എ ഹാച്ച് ആൻഡ് ബൗൾ സെൻട്രിഫ്യൂജ്. അപ്പം ഇത് ഈസ് യൂഷ്വലി യൂസ്ഡ് ഇൻ ദി ഫുഡ് ഇൻഡസ്ട്രി. അപ്പം ഫുഡ് ഇൻഡസ്ട്രിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹാച്ച് ആൻഡ് ബൗൾ സെൻട്രിഫ്യൂജ് ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് പൾപ്പ് ഫ്രം ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ്. ഫ്രൂട്ട്സിലെയോ വെജിറ്റബിൾസിലെയോ പൾപ്പ് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹാച്ച് ആൻഡ് ബൗൾ സെൻട്രിഫ്യൂജ്. അപ്പം ഇറ്റ് ഈസ് ഒരു സോളിഡ് അല്ലെങ്കിൽ ഒരു സെമി സോളിഡ് ലിക്വിഡ് നമ്മൾ ഫീഡായിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ആ ലിക്വിഡ് പാർട്ട് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ദർ ഇസ് എ ലാർജ് ഡെൻസിറ്റി ഡിഫറൻസ്. അപ്പോൾ അതിൽ നമുക്ക് വെരി സ്മോൾ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നമുക്ക് ഹാച്ച് ആൻഡ് ബൗൾ സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യാൻ പറ്റില്ല. The next one, this is called as the disc bowl centrifuge. Disc bowl centrifuge. This one. ഇതാണ് അതിൻ്റെ ഇമേജ്. അപ്പം you will have an inverted bowl. So this is the inverted bowl. ഇനി ഈ ബൗളിനകത്ത് എന്താ, there are many discs, closely spaced ഡിസ്കുകൾ അവൈലബിൾ ആണ്. We will provide this feed through here. And this is rotated at very high angular velocity. അപ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കും, ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ദി ഹെവിയർ പാർട്ടിക്കിൾസ് വിൽ ബി ത്രോൺ അവേ, ലൈറ്റർ പാർട്ടിക്കിൾസ് നടക്ക് സെറ്റിൽ ചെയ്യും ആൻഡ് യു ക്യാൻ കളക്ട് ഇറ്റ് അറ്റ് ദി ബോട്ടം. So since there are many closely spaced discs placed, what happens is liquids of very comparable density or specific gravity will flow through this. അപ്പം വളരെ അടുത്ത ഡെൻസിറ്റി ഉള്ള ലിക്വിഡ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഈ അടുത്തടുത്ത് വെച്ചിരിക്കുന്ന ഡിസ്കുകൾ കൊണ്ട് പോസിബിൾ ആണ്. So that is a disc and bowl centrifuge and that is the answer of our question. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, where the density difference of two liquids is very small, which is the most suitable site of separator. Disc bowl centrifuge will be the most suitable separator for separating liquids having very small difference in density. This is a super centrifuge. Super centrifuge, we have a rotating bowl and we are providing a feed through the bottom and we'll rotate it with the help of a motor at very high speed. ഇതിൽ എന്ത് പറ്റുന്ന വെച്ചാൽ the lighter phase will rise up. ലൈറ്റ് ആയിട്ടുള്ളവർ മേളിലേക്ക് പോകും, ഹെവി ഫേസ് വിൽ ബി ഡൗൺ. അല്ലെങ്കിൽ ഈ ഒരു ഔട്ടർ ലെയറിലേക്ക് ഹെവി ഫേസ് വരും, അത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ റൈസ് ചെയ്ത് ഇതിലേക്കൂടെ നമുക്ക് കിട്ടും. ദി സെയിം വേ അതിൻ്റെ തൊട്ടടുത്തുള്ള ലെയർ വിൽ ബി എ ലൈറ്റർ ഫേസ്. വെൻ ദി ലൈറ്റർ ഫേസ് ഇസ് അക്യുമുലേറ്റഡ് ഇറ്റ് വിൽ ഓൾസോ റൈസ് അപ്പ് and we can draw the lighter phase through the upper stream. അപ്പം ലൈറ്റ് ഫേസ് ആൻഡ് ഹെവി ഫേസ് എന്ന പേരിൽ തന്നെ എൻ്റെ ആൻസർ ഉണ്ട്. ഇറ്റ് വിൽ റിക്വയർ ലിക്വിഡ്സ് ഓഫ് വേരിയിങ് ഡെൻസിറ്റി. നല്ല ഡെൻസിറ്റി വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൂപ്പർ ഫൈൻ. സോ ദിസ് ഇസ് എ സൂപ്പർ centrifuge. When the density difference is comparable അല്ലെങ്കിൽ very large, we can use a super centrifuge, and if it is for food industry or for semi solids we can use a hatch and bowl centrifuge, and to separate liquids of very small difference in density we use a disc bowl centrifuge. So option A, disc bowl centrifuge, is our answer. അത് again you can consider it as a knowledge type question. അത് ഓർത്തിരുന്നാൽ നല്ലതാണ്. Others also. Then a question related to conveyors.
So a conveyor which cannot be recommended for cannot ആണ്. So അതൊരു ഇമ്പോർട്ടൻ്റ്. ആദ്യമേ നോക്കുക can ആണോ cannot ആണോ എന്നുള്ളത് നോക്കുക. For the transportation of abrasive material is. So abrasive എന്താ, what do you mean by abrasive എന്ന് വെച്ചാൽ they are usually rough surface ഉള്ള മെറ്റീരിയൽസിനെയാണ് abrasive materials എന്ന് വിളിക്കുന്നത്. And we use it for polishing other materials. For example, നമ്മൾ വീട്ടിലൊക്കെ പെയിന്റ് അടിക്കുമ്പം എക്സിസ്റ്റിംഗ് പെയിന്റിനെ ചുരണ്ടിക്കളയാൻ വേണ്ടി there is a kind of a paper, scrap paper എന്നൊക്കെ വിളിക്കും. So that is an example of an abrasive material. So it can polish other materials, but on the other hand it is having a very rough surface. So such materials are called as abrasive materials. So abrasive materials in ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കാൻ പറ്റാത്ത മെറ്റീരിയൽ ഏതാണെന്നാണ്. അപ്പം while handling abrasive material, the only thing which we must take care is അവര് തമ്മിൽ റോൾ ചെയ്യാൻ പാടില്ല. they must not rub each other. No rubbing action. rubbing or rolling അവരുടെ അബ്രേസീവ് നേച്ചർ ഡിസ്ട്രോയ് ചെയ്യാത്ത ടൈപ്പ് കൺവേയിങ്. അവർ കൂട്ടിമുട്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഒന്നിനു മേളിൽ ഒന്നായിട്ട് വീഴാൻ പാടില്ല. ദേ മസ്റ്റ് ബി ഫ്ലോയിങ് യൂഷ്വലി ഇൻ എ ഒരു യൂണിഡയറക്ഷനിലായിട്ട്, ഹൈറ്റ് വ്യത്യാസമോ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ. ഇഫ് ദേ ആർ മൂവിങ് ആസ് സച്ച് അൺഡിസ്റ്റർബ്ഡ് ആസ് വി ആർ ലോഡിങ് ഓൺ ടു ദി കൺവെയർ, സച്ച് കൺവെയേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ അബ്രേസീവ് മെറ്റീരിയൽസ്. അല്ലാതെ ഹൈറ്റ് വേരിയേഷൻ, ആംഗിൾ ഇൻക്ലിനേഷൻ ഉള്ള അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വിച്ച് എവർ കൺവെയേഴ്സ് ആർ കോസിങ് ദി അബ്രേസീവ് മെറ്റീരിയൽ ടു റബ് ഈച്ച് അതർ ഓർ റോൾ, അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ എ ഇസ് എ ബെൽറ്റ് കൺവെയർ. ബെൽറ്റ് കൺവെയർ അറിയാലോ, ഇറ്റ്സ് എ വെരി ലാർജ് ബെൽറ്റ് മെയ്ഡ് ഓഫ് പോളിമർ. അതിൽ നമ്മൾ റോളേഴ്സ് കൊടുക്കും, 3-4 സ്ഥലത്ത് റോളേഴ്സ് കൊടുക്കും. ഇറ്റ് വിൽ സിംപ്ലി റോൾ. Ideally, if you load a material on top of that at one end, അടുത്ത എൻഡിൽ നമുക്ക് അതുപോലെ തന്നെ തിരിച്ചു കിട്ടും. There is no rubbing, rolling, ഒന്നിനും ചാൻസ് ഇല്ല. നെക്സ്റ്റ് is an apron conveyor. അപ്പം apron conveyor, instead of belts we install aprons. apron എന്ന് വെച്ചാൽ you can consider it as a small bucket, ചെറിയൊരു ബക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ്. again that is not vertical, അതൊരു horizontal ആണ്. നമ്മുടെ ബെൽറ്റ് കൺവെയർ if it is flat ആയിട്ടിരിക്കുന്നതാണെങ്കിൽ അതിനിടയ്ക്ക് നമ്മൾ ഇതുപോലത്തെ ഏപ്രൺസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് we call that as an apron conveyor. Okay, so again that is a horizontal conveyor, no change in height or inclination. It can also be used for abrasive material. Option C is a flight conveyor. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ എൻ്റെ ആൻസർ ഉണ്ട്. ഇറ്റ് ഈസ് used for lifting materials from a lower level to a higher level or vice versa. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു കൺവെയറിനെയാണ് we call it as a lift conveyor. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ if you are loading an abrasive material on top of this, it will have a tendency to roll or rub against each other, making it lose its abrasive property. അപ്പം ഹൈറ്റ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ വേരിയേഷൻ ഉള്ള കൺവെയേഴ്സിനെ നമുക്ക് അബ്രേസീവ് മെറ്റീരിയലിൻ്റെ ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യാൻ പറ്റില്ല. So option C, flight conveyor, is our answer. Last option, chain conveyor ആണ്. Again, chain conveyor, it is another type of belt conveyor. Instead of a belt, നമ്മൾ രണ്ട് എൻഡിലും ചെയിൻസ് കൊടുക്കുന്നു എന്ന് മാത്രം. So that is a chain conveyor. Again, it is horizontal. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റോളേഴ്സ് കൊടുക്കാം to provide support. Okay, so that can also be used for conveying abrasive material because there is no elevation change or height change. So option C, flight conveyor, will be our answer. Next is regarding roll crusher. Roll crusher endano options നോക്കാം. Rolls have the same diameter. അത് ശരിയാണ്. The roll crusher അതിൻ്റെ രണ്ടിനും ഒരേ വരച്ചത് സെയിം അല്ല, ബട്ട് it is having the same diameter and they rotate at opposite direction, and they can rotate at the same speed or varying speed depending upon the material that is to be crushed. Material നമ്മൾ ഇവിടാണ് ഫീഡ് ആയിട്ട് രണ്ട് റോളേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലാണ് കൊടുക്കുന്നത്. So option A, have the same diameter, അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി are rotated towards each other, ശരിയാണ്. ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, ഇതിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. So they are rotated towards each other. Option C, can run either at the same or different speed. അത് ഞാൻ പറഞ്ഞു, either they can be rotated at the same speed or different speed depending upon the material of feed. ഫീഡിൻ്റെ
നേച്ചർ അനുസരിച്ച് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് ആണ് നമ്മുടെ ഈ കേസിലെ റൈറ്റ് ആൻസർ.